തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത് അച്ഛനെയും മകനെയും ആക്രമിച്ച ഗുണ്ട പിടിയിൽ. വഞ്ചൂർ പോലീസാണ് തകരപ്പറമ്പ് കുട്ടനെ പിടികൂടിയത്. രാജേഷ് അയാളുടെ മകനെ അറസ്റ്റ് മർദ്ദിച്ചു എന്ന് പറയുന്ന ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ ശ്യാംകുമാർ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 308 കേസാണ്. ഇനി ഇതിനകത്തൊരു പ്രതിയോടുണ്ട്. ആ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, ആരാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ? സ്ഥലത്തെ പ്രധാന ഗുണ്ടയാണോ? മുൻപും പല കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന രാംകുമാറിനെയും ആണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആശ്വാസകരമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാവിലെ അങ്ങനെ ആയിരുന്നില്ല. മാതൃഭൂമി ന്യൂസ് സംഘം ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർ വലിയ വിഷമത്തിലായിരുന്നു. കാരണം പോലീസ് തന്നെ വിളിച്ചിട്ട് ഇത് പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത്. അതായത് ഒരു വിദ്യാർത്ഥിയായ 16 വയസ്സുകാരനെയും ഒപ്പം പിതാവിനെയും ക്രൂരമായി മർദ്ദിച്ചു. ആ വിദ്യാർത്ഥിയുടെ തോളല് പൊട്ടിയ നിലയിലാണ്. പിതാവിന്റെ കൈ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. കൃത്യമായ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് മാധ്യമ വാർത്തകളിലൂടെയൊക്കെയാണ് പോലീസ് അവിടെ എത്തുന്നതും അവരുടെ വിശദമായ മൊഴി എടുത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നതുമെല്ലാം. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള രാംകുമാറിനെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 8:30 മണിക്കായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ട്യൂഷൻ കഴിഞ്ഞ് തിരികെ മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെയും പിതാവിനെയും റോഡിൽ തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയായിരുന്നു. വാഹനം മാറ്റാൻ പറഞ്ഞതിനെ തുടർന്നുണ്ടായ സംഘർഷം അല്ലെങ്കിൽ ആണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഹെൽമറ്റ് കൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയും വിദ്യാർത്ഥിയെ നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുകയും ഒക്കെ ആയിരുന്നു. നാട്ടുകാർ പോലും അത്തരത്തിൽ ഈ തകരപ്പറമ്പ് കുട്ടനാണ് ഈ പ്രതി എന്നതുകൊണ്ട് ഇടപെട്ടില്ല. പിന്നീട് ആരൊക്കെയോ പോലീസിൽ വിളിച്ചു തടഞ്ഞ് പോലീസ് അവിടെ എത്തിയപ്പോഴത്തേനും ഈ പ്രതികൾ പോലീസിന്റെ കൺമുന്നിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ പരാതികളൊക്കെ ഉയർന്നതിനെ തുടർന്നാണ് കൃത്യമായ അന്വേഷണം നടത്തുകയും ഒന്നാം പ്രതിയെ ഇപ്പോൾ പിടിക്കുകയും ചെയ്തിരിക്കുന്നത്.